ഹായ് മക്കളെ, എല്ലാ ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. നമ്മുടെ നീറ്റ് ഫാസ്റ്റ് ട്രാക്ക് സീരീസിൽ നിന്ന് നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ നീറ്റ് എക്സാമിന് നമുക്ക് ഏകദേശം ഈ ചാപ്റ്ററിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. വളരെ കൊച്ചൊരു ചാപ്റ്ററാണ്. കുറച്ച് കോൺസെപ്റ്റുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കോൺസെപ്റ്റുകളാണ്, സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനായിട്ടുള്ള ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ. എന്താണ് മക്കളെ പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എ മോഷൻ ദാറ്റ് റിപ്പീറ്റ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈം ഈസ് കാൾഡ് പീരിയോഡിക് മോഷൻ. റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പീരിയോഡിക് മോഷൻസ്. പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് മോഷൻ ഓഫ് എനി പ്ലാനറ്റ് അറൌണ്ട് ദ സൺ, മോഷൻ ഓഫ് ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? പീരിയോഡിക് മോഷൻ എക്സാമ്പിൾ ആണ്. ഇതെല്ലാം ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അത്തരം മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പീരിയോഡിക് മോഷൻസ് എന്ന് പറയുന്നത്. ഇനി ഈ പീരിയോഡിക് മോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ 1-2 ടേംസ് കൂടെ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത് പീരീഡ്. ഒരു പീരിയോഡിക് മോഷന്റെ പീരീഡ് എന്ന് വെച്ചാൽ എന്താണ്? ദ സ്മോളസ്റ്റ് ടൈം ഇന്റർവെൽ ആഫ്റ്റർ വിച്ച് എ പീരിയോഡിക് മോഷൻ റിപ്പീറ്റ്സ്. നമ്മൾ പറഞ്ഞു ഒരു പീരിയോഡിക് മോഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പീരിയോഡിക് മോഷൻ. ആ റിപ്പീറ്റ് ചെയ്യുന്ന സ്മോളസ്റ്റ് ഇന്റർവെൽ ഓഫ് ടൈമിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പീരീഡ് ഓഫ് എ പീരിയോഡിക് മോഷൻ എന്ന് പറയുന്നത്. അതായത് ടി ടൈം കൊണ്ട് ടോട്ടൽ n പീരിയോഡിക് മോഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി ഈസ് ഈക്വൽ ടു ടി ബൈ എൻ ആയിരിക്കും. ഇനി അടുത്ത ടേം ആണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ആ പീരിയോഡിക് മോഷൻ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ആ മോഷന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് പെർ സെക്കൻഡ് ഈസ് കാൾഡ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു n ബൈ ടി. ഒരു സെക്കൻഡിൽ എത്ര തവണ അത് റിപ്പീറ്റ് ചെയ്തു അതാണ് n ബൈ ടി. അതാണ് എന്തെന്ന് പറയുന്നത് ഫ്രീക്വൻസി. ഇവനെ നോക്കിക്കേ, ടൈം പീരീഡിന്റെ റെസിപ്രോക്കലിലേക്ക് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഫ്രീക്വൻസി എങ്ങനെയും പറയാം ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് ടൈം പീരീഡ്. 1 ബൈ ടി എടുത്താൽ നമുക്ക് ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ അവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തയാണ് ഓസിലേഷൻ ഓർ ഹാർമോണിക് മോഷൻ. നമ്മളിപ്പോ പീരിയോഡിക് മോഷൻ പറഞ്ഞു. ഇനി അടുത്ത മോഷനാണ് എന്തെന്ന് പറയുന്നത് ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. ഇതും എന്താണ്? ഒരു പീരിയോഡിക് മോഷനാണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. എന്താ? ഇവിടെ ബോഡി മൂവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് പോയിന്റ് ആണ്. ആ ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ ആയിരിക്കും നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത്. ഒരു മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയം പൊസിഷൻ കാണും, പിന്നെ 2 എക്സ്ട്രീം പൊസിഷൻസ് കാണും. ഇതിനിടയിൽ ടു ആൻഡ് ഫ്രോ ആയിട്ടായിരിക്കും നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത്. അത്തരം മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ. ഇതും എന്ത് മോഷൻ തന്നെയാണ്? ഒരു പീരിയോഡിക് മോഷൻ ആണ്. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ആ മോഷൻ എങ്ങനെയായിരിക്കണം? ഒരു ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ ആണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അത്തരം മോഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻസ് എന്ന് പറയാം. ഇനി ഈ ഓസിലേറ്ററി മോഷൻ അല്ലെങ്കിൽ ഹാർമോണിക് മോഷന്റെ ഫ്രീക്വൻസി കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം മോഷൻസിനെ എന്തെന്ന് വിളിക്കും വൈബ്രേഷൻസ് എന്ന് പറയും. ഈ ഇത്തരം ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ എക്സാമ്പിൾസ് ആണ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം, അല്ലെന്നുണ്ടെങ്കിൽ ടു ആൻഡ് ഫ്രോ മോഷൻ ഓഫ് പിസ്റ്റൺ ഓഫ് ആൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷന് എക്സാമ്പിൾസ് ആണ്. അതായത് ഒരു ബോഡി ഒരു ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ ആണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മോഷൻസിനെ നമുക്ക് എന്തെന്ന് പറയാം ഓസിലേറ്ററി അല്ലെങ്കിൽ ഹാർമോണിക് മോഷൻ എന്ന് പറയാം. അപ്പൊ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി മോഷനും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിപ്പോ പറഞ്ഞത്. എല്ലാ ഓസിലേറ്ററി മോഷൻസും എന്താണ് പീരിയോഡിക് ആണ്. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും ഓസിലേറ്ററി ആണോ? അല്ല. ഒരു ബോഡി ഓസിലേറ്ററി മോഷനിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായിരിക്കണം? ഒരു ഫിക്സഡ് പോയിന്റിന് എബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ ആണ് നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം മോഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഓസിലേറ്ററി മോഷൻ. പീരിയോഡിക് മോഷൻ എന്ന് പറഞ്ഞാൽ റെഗുലർ ഇന്റർവെൽ ഓഫ് ടൈമിൽ റിപ്പീറ്റ് ചെയ്യുന്ന മോഷൻസ് ആണ്. അപ്പൊ എല്ലാ ഓസിലേറ്ററി മോഷനും എന്താണ് പീരിയോഡിക് ആണ്. പക്ഷെ എല്ലാ പീരിയോഡിക് മോഷനും എന്തല്ല ഓസിലേറ്ററി അല്ല. ഇനി അടുത്തയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. നമ്മളിപ്പോ പറഞ്ഞ ഓസിലേറ്ററി മോഷൻസിനകത്ത് സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം എന്തെന്ന് പറയുന്നത്. ഇനി അടുത്തയാണ് എന്തെന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുമ്പോൾ ഇത് എന്ത് തന്നെയാണ് ഒരു ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററി മോഷൻ തന്നെയാണ്. അതായത് ഇവിടെയും ബോഡി മൂവ് ചെയ്യുന്ന എങ്ങനെ ഏതാണ്ട് ഒരു മീൻ പൊസിഷൻ ഉണ്ട്, 2 എക്സ്ട്രീം പൊസിഷൻസ് ഉണ്ട്. ഈ മീൻ പൊസിഷനിൽ നിന്നും ഈ 2 എക്സ്ട്രീം പൊസിഷൻ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നത് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ഹാർമോണിക് മോഷൻ ആണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ ഇതിനൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കണ്ടീഷൻ കൂടെ സാറ്റിസ്ഫൈ ആണ്. എന്താ കണ്ടോ? F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതിയേക്കുന്നത്. അതായത് നമ്മളിവിടെ നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിൽ ഇരിക്കുന്ന ബോഡിയെ ഇവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബോഡി തിരിച്ച് അതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷൻ അറ്റൈൻ ചെയ്യാനായിട്ട് നോക്കും. അപ്പൊ അങ്ങനെ അതിനെ തിരിച്ച് ആ മീൻ പൊസിഷനിലോട്ട് കൊണ്ടുവരാൻ അവിടെ ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ്
അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ് ആ ബോഡിയെ തിരിച്ചതിന്റെ മീൻ പൊസിഷൻ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിലോട്ട് കൊണ്ടുവരുന്നത്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അല്ലെങ്കിൽ മീൻ പൊസിഷനിൽ നിന്നും കൊടുക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കണം? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പൊ എന്താണ് ഈ നെഗറ്റീവ് സൈൻ? നമ്മുടെ ഈ റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും അതിന്റെ സെന്ററിലോട്ട് അല്ലെങ്കിൽ ഓൾവേസ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ആക്ട് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടി, അതായത് ഞാൻ ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്റെ റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഞാൻ എന്റെ ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്നത് ഇങ്ങോട്ടാണെങ്കിലും റീസ്റ്റോറിംഗ് ഫോഴ്സ് എങ്ങോട്ട് തന്നെയാണ്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ ആ സെന്ററിലോട്ടാണ് എപ്പോഴും ആര് ആക്ട് ചെയ്യുന്നത്? റീസ്റ്റോറിംഗ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓസിലേറ്ററി മോഷനെ നമുക്ക് എന്തെന്ന് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന് പറയാം. ആ ബോഡി SHM ലാണ് അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷനിലാണെന്ന് പറയാം. എപ്പോഴും എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഓൺ ദ പാർട്ടിക്കിൾ അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ദ മീൻ പൊസിഷൻ ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ മീൻ പൊസിഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഇനി നമുക്ക് സിമ്പിൾ ഹാർമോണിക് മോഷന് വേണമെങ്കിൽ വേറൊരു ഡെഫിനിഷൻ കൂടെ കൊടുക്കാം. നമുക്ക് എഫ് എന്ന് പറയുന്നത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു എം എന്ന് എഴുതാം. അപ്പൊ എം എ ഇസ് ഈക്വൽ ടു -kx അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു -k/m ഇൻറ്റു എക്സ് എന്ന് എഴുതാം. k/m എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. k എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതിയേക്കുന്നതിനകത്ത് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കോൺസ്റ്റന്റ് ആണ് k. ഇതിനെ നമ്മൾ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയും. ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പം ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. മാസ് ഓഫ് ദ ബോഡിയും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ നമുക്ക് എ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു -x എന്ന് എഴുതാം. ഇതും എന്തിന്റെ കണ്ടീഷൻ തന്നെയാ? സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ തന്നെയാണ്. അതായത് ആ ബോഡിയുടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ആൻഡ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെന്റർ. രണ്ട് രീതിയിൽ നമുക്ക് ആരെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും? സിമ്പിൾ ഹാർമോണിക് മോഷനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM. അപ്പൊ നമ്മളിപ്പം ഫോഴ്സിന്റെ ഇക്വേഷൻ പറഞ്ഞു, എന്താ? എഫ് ഇസ് ഈക്വൽ ടു -kx. ഇനി നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ SHMന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പോവാം. അപ്പൊ നമുക്കറിയാം എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് നമുക്ക് എഴുതാം. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എം എ ഇസ് ഈക്വൽ ടു -kx. അവിടെ നമുക്ക് എം ഇൻറ്റു ആക്സിലറേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? d2x/dt² എന്ന് എഴുതിക്കൂടെ? എക്സ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റിനെ രണ്ട് തവണ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ആക്സിലറേഷൻ. അപ്പൊ m ഇൻറ്റു d2x/dt² ഇസ് ഈക്വൽ ടു -kx. ഇനി അവിടുന്ന് d2x/dt² ഇസ് ഈക്വൽ ടു -k/m ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ഈ k/m പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ω² എന്ന് പറയുന്ന ആംഗുലാർ ഫ്രീക്വൻസി. അപ്പൊ ω² കൊടുക്കാം. അപ്പൊ അവിടുന്ന് d2x/dt² ഇസ് ഈക്വൽ ടു -ω²x d2x/dt² പ്ലസ് ω²x is equal to 0. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് SHM. d2x/dt² പ്ലസ് ω²x is equal to 0 എന്ന് പറയുന്നതാണ് എന്തിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ? SHMന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആർക്കുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു SHMന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. x is equal to a sin ωt. സൈൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, കോസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സൈനും കോസും എടുക്കാനുള്ള കാരണം എന്താ? അവർ രണ്ടുപേരും പീരിയോഡിക് ഫംഗ്ഷൻ ആണ്. 2π എന്ന് പറയുന്ന ഒരു ടൈം ഇന്റർവെൽ അല്ലെങ്കിൽ ടൈം പീരീഡിൽ അത് എന്ത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്? റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ സൈൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ കോസ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം? സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. സൈൻ എടുക്കണോ കോസ് എടുക്കണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാ? നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മീൻ പൊസിഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? x is equal to a sin ωt എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അല്ല എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ എടുക്കാം? x is equal to a cos ωt എന്നുള്ള ഇക്വേഷൻ എടുക്കാം. ഇനി എപ്പോഴും നമ്മുടെ ബോഡി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് t is equal to 0 നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം പൊസിഷനിൽ തന്നെ ആവണം എന്നുള്ള നിർബന്ധമില്ല. അപ്പൊ അവിടുന്ന് അല്ലെങ്കിൽ ഇത് എക്സ്ട്രീം പൊസിഷനിൽ തന്നെ ആവണം എന്നുള്ളതില്ല. അവിടെ ഒരു ചെറിയ ഫേസ് ചേഞ്ച് φ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷനെ എങ്ങനെ എഴുതാം? x is equal to a sin ωt plus φ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ജനറൽ ഇക്വേഷൻ.
അതായത് ഒരു ഫേസ് ചേഞ്ചും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്ത് എഴുതുന്ന ജനറൽ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റ് ജനറൽ ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതിനകത്ത് എക്സ് എന്ന് പറയുന്നത് ആരാ, ഡിസ്പ്ലേസ്മെന്റ്, എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്ന് പറയുന്നത് എന്താ, ആംഗുലാർ ഫ്രീക്വൻസി, ടി എന്ന് പറയുന്നത് ടൈം, 5 എന്ന് പറയുന്നതാണ് ഇനിഷ്യൽ ഫേസ്. 5നെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ ഫേസ്. അതായത് ടി ഇസ് ഈക്വൽ ടു 0 സെക്കൻഡിൽ നമ്മുടെ ബോഡി എവിടെയായിരുന്നു അതിന്റെ പൊസിഷനെ പറ്റി പറയുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ഇനീഷ്യൽ ഫേസ്. അതാണ് 5 എന്ന് പറയുന്നത്. ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞാൽ ബോഡി ഒരു ഫിക്സഡ് പോയിന്റിന് അബൌട്ട് ആയിട്ട് ടു ആൻഡ് ഫ്രോ മൂവ് ചെയ്യാണ്. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0, ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു എ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താ, ഇവിടെ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ്, അതിന്റെ മീൻ പൊസിഷനിൽ നിന്നുള്ള ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ്. അതിനെയാണ് നമ്മൾ ഇവിടെ എ വെച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5. ഇതാണ് എന്തിന്റെ ജനറൽ ഇക്വേഷൻ, ഡിസ്പ്ലേസ്മെന്റിന്റെ ജനറൽ ഇക്വേഷൻ. ഇതിനകത്ത് നമ്മൾ ഏത് പൊസിഷനിൽ നിന്നാണ് ബോഡിയുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. എക്സ്ട്രീം പൊസിഷനിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഇക്വേഷൻ എടുക്കാം. അതിന്റെ രണ്ടിന്റെയും ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫ്, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് 5 എന്നുള്ള ഇക്വേഷൻ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ കോസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. ഇവിടുത്തെ നമ്മുടെ ഈ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എ ആയിരിക്കും, ഇത് മൈനസ് എ. ഇവിടെയും ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ, ഇത് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് മൈനസ് എ. ഇനി അടുത്ത് നോക്കിക്കേ, ഒരു ക്വസ്റ്റ്യൻ ആണ്, പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM, ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഈസ് 8 സെന്റിമീറ്റർ, അതായത് ആംപ്ലിറ്റ്യൂഡ് 8 സെന്റിമീറ്റർ ആണ്, ആൻഡ് ടൈം പീരീഡ് ഈസ് 6 സെക്കൻഡ്. ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ഫ്രം ഇറ്റ്സ് പൊസിഷൻ ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടു ദ പോയിന്റ് കറസ്പോണ്ടിങ് ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ്. അതായത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താ, എ ആണ്, അതിന്റെ ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്, അതായത് a/2 ട്രാവൽ ചെയ്യാനായിട്ട്, അതിന്റെ എക്സ്ട്രീം പൊസിഷനിൽ നിന്നും a/2 ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനായിട്ട് എടുക്കുന്ന എന്താ നമുക്ക് വേണ്ടുന്നത്, ടൈം പീരീഡ് അല്ലെങ്കിൽ ടൈം ഇന്റർവെൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതാം, SHM ഇക്വേഷൻ എഴുതാം. ഇവിടെ ബോഡി മോഷൻ സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഉള്ള പൊസിഷനിൽ നിന്നല്ലേ. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കും, എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി, എ കോസ് എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി എന്നുള്ള ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, എത്ര ദൂരം സഞ്ചരിക്കേണ്ടത്, ഹാഫ് ഓഫ് ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അപ്പൊ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എ ആണ്, അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്ര, a/2 ഇസ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി. ഇനി ഇവിടെ നമുക്ക് കോസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1/2. കോസിന്റെ ഏത് വാല്യൂ ആണ് 1/2 തരുന്നത്, 60 ആണ്. അപ്പൊ ഒമേഗ ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, 5/3 എന്ന് എഴുതാം. ഇനി നോക്കിയാൽ നമുക്ക് ടൈം ഇന്റർവെൽ അല്ലേ കാണുന്നത്, ടൈം ഇന്റർവെൽ ടി ഇസ് ഈക്വൽ ടു 5/3 ഒമേഗ എന്ന് വരും. ഇനി ഒമേഗയുടെ വാല്യൂ, ആംഗുലാർ ഫ്രീക്വൻസി ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. ടൈം പീരീഡ് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്, എത്രയെന്നാ, 6 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒമേഗ ഇസ് ഈക്വൽ ടു 2π/6 എന്ന് വരും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, π/3. അപ്പൊ ഇതിവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ടി ഇസ് ഈക്വൽ ടു π/3 ഇൻറ്റു ഒമേഗയുടെ വാല്യൂ എത്രയാ, 5/3. അപ്പൊ 5/3. അപ്പൊ 3 മുകളിൽ പോകുമ്പോഴത്തേക്ക് പയ്യും ക്യാൻസൽ ആയിട്ട് ടി ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും, 1 സെക്കൻഡ്. അപ്പം അതിന്റെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് പൊസിഷനിൽ നിന്നും ഹാഫ് ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഡിസ്പ്ലേസ്മെന്റ് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം എത്രയാ, 1 സെക്കൻഡ്. ഇനി അടുത്തയാണ് വെലോസിറ്റി. നമ്മളിപ്പോ ഡിസ്പ്ലേസ്മെന്റിനെ പറ്റി പറഞ്ഞു, ഇനി അടുത്തയാണ് ആരെന്ന് പറയുന്നത്, വെലോസിറ്റി. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അറിയാം. ഞാനിവിടെ സൈൻ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണ് എടുത്തിരിക്കുന്നത്. സൈൻ വെച്ചിട്ടും കോസ് വെച്ചിട്ടും നമുക്ക് ആരെ റെപ്രസെന്റ് ചെയ്യാം, സിമ്പിൾ ഹാർമോണിക് മോഷനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എ സൈൻ ഒമേഗ ടി പ്ലസ് 5 ആണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ അറിയാം, എങ്ങനെയാ, dx/dt. ഡിസ്പ്ലേസ്മെന്റിന് ഒരു തവണ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് അവിടെ നിന്ന് ആരെ കിട്ടും, വെലോസിറ്റി കിട്ടും. അപ്പൊ വെലോസിറ്റിക്ക് നമുക്ക് രണ്ട് ഇക്വേഷൻ എഴുതാം, ഫംഗ്ഷൻ ഓഫ് ടൈമിലുള്ള ഒരു ഇക്വേഷൻ എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതാം. ടൈമിലുള്ള ഇക്വേഷൻ ആണ് v is equal to a cos omega t plus 5. ഇനി ഡിസ്പ്ലേസ്മെന്റ് ടേംസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും, v is equal to omega root of a square minus x square. ഇനി നമുക്ക് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മീൻ പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനിലും നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ എന്തായിരിക്കും. അപ്പൊ മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ the mean position x is equal to 0, the extreme positions x is equal to a, x is equal to minus a. നോക്കിയേ, ഇപ്പൊ മീൻ പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ എന്താ, x is equal to 0 ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v is equal to omega root of a square minus ഇവിടെ എന്ത് വരും, x ന്റെ സ്ഥാനത്ത് 0 വരും. അപ്പൊ 0 square v is equal to
ഒമേഗ എ അല്ലെങ്കിൽ എ ഒമേഗ എന്ന് കിട്ടും. അപ്പൊ മീൻ പൊസിഷനിൽ നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? എ ഒമേഗയാണ്. അതായത് നമ്മുടെ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ. അപ്പൊ വി മാക്സ് എന്ന് എവിടെയെങ്കിലും കണ്ടല്ലോ, അല്ലെങ്കിൽ മാക്സിമം വാല്യൂ ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാ? എ ഒമേഗയാണ്. അത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? മീൻ പൊസിഷനിൽ. ഇനി എക്സ്ട്രീം പൊസിഷനിലുള്ള വെലോസിറ്റിയുടെ വാല്യൂ നോക്കാം. എക്സ്ട്രീം പൊസിഷനിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? എ ആണ്. അപ്പൊ വി ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ നമുക്ക് എക്സിന് പകരം ആരെ കൊടുക്കാം? എ കൊടുക്കാം. അപ്പൊ വി ഈസ് ഈക്വൽ ടു ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്തായി പോവും? 0 ആയി പോവും. അതായത് എക്സ്ട്രീം പൊസിഷനിൽ വിയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. എക്സ് ഇസ് ഈക്വൽ ടു എക്സ്ട്രീം പൊസിഷൻസിൽ എക്സിന്റെ വാല്യൂ എ ആണ്. അവിടെ നമ്മുടെ വെലോസിറ്റിയുടെ വാല്യൂ 0 ആണ്. അതായത് വെലോസിറ്റിയുടെ മിനിമം വാല്യൂ ആയിരിക്കും എവിടെയുള്ളത്? എക്സ്ട്രീം പൊസിഷനിൽ. മീൻ പൊസിഷനിൽ വെലോസിറ്റിയുടെ വാല്യൂ മാക്സിമം ആയിരിക്കും. അത് എത്രയാണ്? എ ഒമേഗയാണ്. ഇനി അടുത്ത വെലോസിറ്റി വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM വേരീസ് വിത്ത് ഡിസ്പ്ലേസ്മെന്റ് ആസ് 4v² is equal to 50 minus x square. The time period of oscillation is x/7 second. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയാ? ടൈം പീരീഡ്, ആ ഓസിലേഷന്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്. എത്രയാ? x/7 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്നാ വേണ്ടുന്നത്. ഇനി വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ്. എത്രയാ? 4v² is equal to 50 minus x square. ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഉള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? v is equal to omega root of a square minus x square. ഇതാണ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിലുള്ള വെലോസിറ്റിയുടെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഈ ഫോമിലോട്ടൊന്ന് മാറ്റി എഴുതാം. അപ്പൊ v² is equal to 1/4 into 50 minus x square എന്ന് വരും. അവിടെ നമ്മൾക്ക് v അല്ലേ വേണ്ടുന്നത്. അപ്പൊ ഇതിനെ സ്ക്വയർ റൂട്ട് എടുത്താൽ v is equal to 1/2 root of 50 minus x square എന്ന് വരും. ഇനി നോക്കിക്കേ, ഈ ഇക്വേഷനകത്ത് v is equal to omega root of a square minus x square, v is equal to half root of 50 minus x square. ഇവിടെ ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്ന ആരാ? 1/2. അപ്പൊ നമുക്ക് ഒമേഗയ്ക്ക് പകരം എന്തെന്ന് പറയാം? 1/2. ഇനി t is equal to എന്താ മക്കളെ? t is equal to 2π ഒമേഗയാണ്. അപ്പൊ t is equal to നമുക്ക് എങ്ങനെ എഴുതാം? t is equal to 2π ഒമേഗയ്ക്ക് പകരം നമുക്ക് ആരെ കൊടുക്കാം? 1/2 കൊടുത്തൂടെ? റെസിപ്രോക്കൽ എടുക്കുമ്പോൾ t is equal to 4π എന്ന് വരും. ഇനി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് പൈയുടെ വാല്യൂ എത്രയെന്ന് എടുക്കണം? പൈയുടെ വാല്യൂ എത്രയെന്ന് എടുക്കണം? 22/7 എന്ന് എടുക്കണം. അപ്പൊ 4 into 22/7. അപ്പൊ നമുക്ക് 88/7 സെക്കൻഡ് എന്ന് കിട്ടും. നോക്കി, എക്സിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? എക്സിന്റെ സ്ഥാനത്ത് ആരാ? 88. അപ്പൊ എക്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 88. മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇക്വേഷൻ, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ പഠിച്ച ജനറൽ ഇക്വേഷന്റെ ഫോമിലോട്ടൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. ഇനി അടുത്തയാണ്, എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട് SHM വിത്ത് ആംപ്ലിറ്റ്യൂഡ് a ആൻഡ് ടൈം പീരീഡ് t. ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെൻ ഇറ്റ് സ്പീഡ് ഈസ് ഹാഫ് ഓഫ് ദ മാക്സിമം സ്പീഡ് ഈസ് √x a/2. The value of x is. ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? the displacement of the particle when its speed is half of the maximum speed. അപ്പൊ നമുക്ക് ഇവിടെയും സ്പീഡിന്റെ ഇക്വേഷൻ, അതായത് നമ്മുടെ വെലോസിറ്റിയുടെ ഇക്വേഷൻ തന്നെയാണ് വേണ്ടുന്നത്. എന്താ? v is equal to omega root of a square minus x square in terms of displacement ഉള്ള ഇക്വേഷൻ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ ഡിസ്പ്ലേസ്മെന്റ് എക്സിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാ? √x a/2. അങ്ങനെയാണെങ്കിൽ ഈ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇനി വെലോസിറ്റി, സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. The displacement of the particle when its speed is half of its maximum speed. മാക്സിമം സ്പീഡിന്റെ ഹാഫ് വാല്യൂ നമ്മൾ പഠിച്ചു. വെലോസിറ്റി മാക്സിമം ആവുന്ന v max എന്ന് പറയുന്നത് എത്രയാ? a ഒമേഗയാണ്. എവിടെയാ? നമ്മുടെ മീൻ പൊസിഷനിലായിരിക്കും വെലോസിറ്റി മാക്സിമം. അതെന്ന് പറയുന്നത് എത്രയാ? a ഒമേഗ. അപ്പൊ a omega/2, അതിന്റെ പകുതി, ഹാഫ് ഓഫ് ഇറ്റ്സ് മാക്സിമം സ്പീഡ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ a omega/2 is equal to omega root of a square minus x square. ഒമേഗയും കൂടി ഇപ്പുറം വന്നാൽ ക്യാൻസൽ ആയി പോയി. a/2 is equal to root of a square minus x square എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ, നമുക്ക് x square അല്ലെങ്കിൽ x ആണ് വേണ്ടുന്നത്. അപ്പൊ ഇതിനകത്ത് x കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും എന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. അപ്പൊ a²/4 is equal to a square minus x square. അവിടെ നിന്ന് x square is equal to a square minus a²/4 എന്ന് കിട്ടും. അതായത് x square is equal to 4a square minus a²/4 എന്ന് വരും. അതായത് 3a²/4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എക്സ് അല്ലേ വേണ്ടുന്നത്. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്താ? x² is equal to 3a²/4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അവിടുന്ന് എക്സ് എങ്ങനെ എഴുതാം? √3a/2. നോക്കിക്കേ, നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത് എന്താ? √x a/2 എന്നാണ് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ റൂട്ടിനകത്ത് കിടക്കുന്ന വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റിപ്പോകരുത്. പെട്ടെന്ന് നമ്മൾ ചാടി കയറി √3 എന്ന് എഴുതി കളയും. പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? എക്സിന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന്റെ വാല്യൂ എത്രയാ? 3 ആണ്. എക്സിന്റെ വാല്യൂ 3 ആണ്.
മനസ്സിലായോ? സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ആണ് വെലോസിറ്റി വെച്ച് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്താണ് ആക്സിലറേഷൻ ഓഫ് SHM. SHMന്റെ ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ അറിയാം, x is equal to a sin omega t plus 5. അവിടെ നമ്മൾ വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതിയ എന്താ? a omega sin omega t plus 5 ആണ് നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ കിട്ടിയേ? വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടിയേ. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആരെ കണ്ടുപിടിക്കാം? ആക്സിലറേഷനെ കണ്ടുപിടിക്കുക. a is equal to dv by dt. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒരു തവണ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് ആരെ കിട്ടും? ആക്സിലറേഷനെ കിട്ടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് ചെയ്താൽ മതി? രണ്ട് തവണ ഡെറിവേറ്റീവ് d²x/dt² ചെയ്താൽ മതി. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ആരെ കിട്ടും? ആക്സിലറേഷനെ കിട്ടും. അങ്ങനെ ആക്സിലറേഷൻ നമുക്ക് ഇൻ ടേംസ് ഓഫ് ടൈമിലും ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിലുള്ള ഇക്വേഷൻ എഴുതാം. ഇൻ ടേംസ് ഓഫ് ടൈമിലുള്ള ഇക്വേഷൻ എന്താ? a is equal to minus omega square a sin omega t plus 5 ആണ് ഇൻ ടേംസ് ഓഫ് ടൈമിലുള്ള ആക്സിലറേഷന്റെ ഇക്വേഷൻ. ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിലാണ് എഴുതുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? a is equal to minus omega square x ആണ്. ഇനി നമ്മൾ ഇവിടെയും നമ്മൾ വെലോസിറ്റിയുടെ കാര്യത്തിൽ പറഞ്ഞോണം തന്നെ എക്സ്ട്രീം പൊസിഷനിലെയും മീൻ പൊസിഷനിലെയും ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ്ട്രീം പൊസിഷനിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? a ആയിരിക്കും. എന്നാണ്ട് ഇവിടെയാണ് നമ്മുടെ ബോഡിയുടെ മീൻ പൊസിഷൻ, x is equal to 0. ഇതെന്താ? എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ എക്സ്ട്രീം പൊസിഷനിൽ എക്സിന്റെ വാല്യൂ എന്താ? a അല്ലേ? ഇപ്പൊ എക്സ്ട്രീം പൊസിഷനിൽ എക്സിന്റെ വാല്യൂ a. അത് നമ്മുടെ ഈ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മൈനസ് ഒമേഗ സ്ക്വയർ a എന്ന് കിട്ടും. അപ്പം എയുടെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? മൈനസ് ഒമേഗ സ്ക്വയർ a ആയിരിക്കും. എവിടെയാണ് നമുക്ക് ആ മാക്സിമം വാല്യൂ കിട്ടുന്നത്? എക്സ്ട്രീം പൊസിഷനിലായിരിക്കും ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ കിട്ടുന്നത്. ഇനി മീൻ പൊസിഷനിലുള്ള ആക്സിലറേഷന്റെ വാല്യൂ കണ്ടുപിടിക്കാം. മീൻ പൊസിഷൻ നോക്കിക്കേ, ഇതല്ലേ നമ്മുടെ മീൻ പൊസിഷൻ. മീൻ പൊസിഷനിൽ എക്സ് എത്രയാ? 0. അപ്പൊ എക്സിന്റെ വാല്യൂ 0 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ a is equal to എന്തായി പോവും? 0 ആയി പോകും. അതായത് മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ എത്രയാ? 0 ആണ്. അതായത് മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അപ്പൊ വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എവിടെയായിരുന്നു? വെലോസിറ്റിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മീൻ പൊസിഷനിലായിരുന്നു. അത് എത്രയായിരുന്നു? a ഒമേഗയാണ്. ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എക്സ്ട്രീം പൊസിഷനിലാണ്. അത് എത്രയാ? മൈനസ് ഒമേഗ സ്ക്വയർ a ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, നമ്മുടെ ആക്സിലറേഷന്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കൊടുക്കാനുള്ള ഒരു കോളമാണ്. നോക്കിയാൽ നമ്മുടെ മോഷൻ തന്നിട്ടുണ്ട്. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡി. അതിന്റെ മീൻ പൊസിഷൻ ഓയിലും എക്സ്ട്രീം പൊസിഷൻസ് ആണ് എയും a' ആയിട്ട് തന്നിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബോഡി ഓയിൽ നിന്നും എയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ഓയിൽ നിന്നും എയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എങ്ങോട്ടാ? റൈറ്റിലോട്ടാണ്. വെലോസിറ്റി റൈറ്റിലോട്ടാണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റിയുടെ വാല്യൂ എന്താ? മിനിമം അല്ലേ? അപ്പം വെലോസിറ്റിയുടെ വാല്യൂ മിനിമം ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. ഇനി ആക്സിലറേഷൻ എങ്ങനെയാ? ആക്സിലറേഷൻ ബോഡി എങ്ങോട്ട് മൂവ് ചെയ്താലും ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്? ഫോഴ്സ് എപ്പോഴും സെന്ററിലോട്ടായിരിക്കും. അപ്പൊ ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെ ആക്ട് ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ട്. എപ്പോഴും സെന്ററിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രീം പൊസിഷൻസ് ആക്സിലറേഷൻ എന്താ? മാക്സിമം അല്ലേ? ഇനി അടുത്ത നോക്കിക്കേ, ഇനി ബോഡി തിരിച്ച് ഇവിടുന്ന് എയിൽ നിന്ന് ഓയിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. എയിൽ നിന്ന് ഓയിലോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങനെയാ? ലെഫ്റ്റിലോട്ടാണ്. ഇനി മീൻ പൊസിഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഇനി ഇവിടെയും ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെ? ആക്സിലറേഷൻ എപ്പോഴും സെന്ററിലോട്ട് തന്നെയാണ്, ഇങ്ങോട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആക്സിലറേഷന്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. a മിനിമം ആയിരിക്കും മീൻ പൊസിഷനിൽ. ഇനി ഓയിൽ നിന്നും a' ഇപ്പുറത്തോട്ട് നെഗറ്റീവ് എക്സ്ട്രീം പൊസിഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അവിടെയും വെലോസിറ്റിയുടെ ഡയറക്ഷൻ എങ്ങോട്ടാ? വെലോസിറ്റി ലെഫ്റ്റിലോട്ടാണ്. വെലോസിറ്റിയുടെ വാല്യൂ എന്താ? എക്സ്ട്രീം പൊസിഷൻസിൽ വെലോസിറ്റി എന്തായിരിക്കും? മിനിമം ആയിരിക്കും. മിനിമം വാല്യൂ ആയിരിക്കും. ഇനി ആക്സിലറേഷനോ? ബോഡി എങ്ങോട്ട് മൂവ് ചെയ്താലും ആക്സിലറേഷൻ എങ്ങോട്ട് തന്നെയാ? അതിന്റെ സെന്ററിലോട്ട് തന്നെ. ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? ആക്സിലറേഷൻ ആക്ട് ചെയ്യുന്നത്. ആക്സിലറേഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും? സെന്ററിലോട്ടായിരിക്കും. കാരണം ഫോഴ്സ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് എപ്പോഴും എങ്ങോട്ടാ? സെന്ററിലോട്ടാണ്, അല്ലെങ്കിൽ മീൻ പൊസിഷനിലോട്ടാണ്. അപ്പൊ അങ്ങോട്ട് തന്നെയായിരിക്കും ആരും? ആക്സിലറേഷൻ. ഇനി മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ എന്താ? മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ മിനിമം ആയിരിക്കും. മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ മിനിമം ആയിരിക്കും. ഇനി തിരിച്ച് a' നിന്നും ഓയിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എക്സ്ട്രീം പൊസിഷനിൽ നിന്നും മീൻ പൊസിഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷൻ റൈറ്റിലോട്ടായിരിക്കും. വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡോ? മീൻ പൊസിഷനിൽ വെലോസിറ്റി എന്തായിരിക്കും? മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം ആയിരിക്കും. ആക്സിലറേഷനോ? ആക്സിലറേഷൻ ഇങ്ങോട്ട് സെന്ററിലോട്ട്, അല്ലെങ്കിൽ മീൻ പൊസിഷനിലോട്ട് റൈറ്റിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. മീൻ പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ മിനിമം ആയിരിക്കും. ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ മാക്സിമം ആണ്. ഇവിടെ ആക്സിലറേഷന്റെ വാല്യൂ മാക്സിമം ആണ്. നമ്മൾ ഇങ്ങോട്ടാ പോകുന്നത്? ഓയിൽ നിന്നും a' അതായത് എക്സ്ട്രീം പൊസിഷനിലോട്ടല്ലേ പോകുന്നത്. എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷന്റെ വാല്യൂ എന്താ? മാക്സിമം ആണ്. അപ്പൊ ജസ്റ്റ് നമ്മൾ പറഞ്ഞ ഐഡിയ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേക്കുന്നൊരു കോളമാണ്.
ഇനി അടുത്താണ് എനർജി ഓഫ് SHM. നമ്മളിപ്പം സിമ്പിൾ ഹാർമോണിക് മോഷനെ പറ്റി പറഞ്ഞു, അതിന്റെ വെലോസിറ്റി, ആക്സിലറേഷൻ എല്ലാത്തിനുള്ള ഇക്വേഷൻ പറഞ്ഞു. ഇനി അടുത്താണ് എനർജി ഓഫ് SHM. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ബോഡിക്ക് കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ½ KA² cos² ωt+φ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ½ mω² A² cos² ωt+φ എന്നും എഴുതാം. ഇതിനകത്ത് ഈ K² നമ്മള് K/M-നല്ലേ ω² എന്ന് കൊടുത്തത്, K/M-ന് പകരമാണ് നമ്മൾ ആരെ കൊടുത്തത്? ω²നെ കൊടുത്തത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ Kക്ക് പകരം എന്തെന്ന് എഴുതാം? mω² എന്ന് എഴുതാം. അങ്ങനെ നമുക്ക് ഇക്വേഷൻ റെപ്രസെന്റ് ചെയ്യാം. ½ mω² A² cos² ωt+φ എന്ന് വേണമെങ്കിൽ നമുക്ക് ആരുടെ ഇക്വേഷൻ എഴുതാം? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതാം. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ½ KA² cos² ωt+φ ഇൻ ടേംസ് ഓഫ് ടൈമിലുള്ള ഇക്വേഷൻ ആണ്. ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റിൽ എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതാം? ½ KA² - x². ഇനി നമുക്ക് എക്സ്ട്രീം പൊസിഷനിലും മീൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ്ട്രീം പൊസിഷനിലെ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? എക്സ്ട്രീം പൊസിഷനിൽ എക്സിന്റെ വാല്യൂ എന്താ? A അല്ലേ? അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ½ KA² - എക്സിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? എനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ A² - A². അപ്പൊ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായി പോവും? 0 ആയി പോവും. അതായത് എക്സ്ട്രീം പൊസിഷൻസിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൈനറ്റിക് എനർജി മിനിമം ആയിരിക്കും. എവിടെയാ? എക്സ്ട്രീം പൊസിഷൻസിൽ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എക്സ്ട്രീം പൊസിഷൻസിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. എക്സ്ട്രീം പൊസിഷൻസിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇനി നമുക്ക് മീൻ പൊസിഷനിലുള്ള കൈനറ്റിക് എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജിയുടെ വാല്യൂ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ KA² - x² ആണ്. മീൻ പൊസിഷനിൽ എക്സിന്റെ വാല്യൂ എന്താ? മീൻ പൊസിഷനിൽ എക്സിന്റെ വാല്യൂ 0 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടും? ½ KA². അതായത് കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ ആണ്. കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ. അപ്പം കൈനറ്റിക് എനർജി മാക്സിമം കിട്ടുന്ന എവിടെയാ? മീൻ പൊസിഷനിൽ. എത്രയാ അതിന്റെ വാല്യൂ? ½ KA². അപ്പൊ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ കിട്ടുന്നത് മീൻ പൊസിഷനിലാണ്. അതിന്റെ വാല്യൂ എത്രയാ? ½ KA² ആണ്. എക്സ്ട്രീം പൊസിഷനിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? മിനിമം ആയിരിക്കും, 0 ആയിരിക്കും. മനസ്സിലായോ? ഇനി അതേപോലെ അടുത്ത പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എഫിന്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. F is equal to -kx അല്ലെങ്കിൽ F is equal to kx എന്ന് പറയുന്നതാണ്. ഇത് വേരിയബിൾ ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ടോട്ടൽ ഫോഴ്സ് F കാണാൻ വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പൊട്ടൻഷ്യൽ എനർജിക്കുള്ള ഇക്വേഷൻ കിട്ടി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ½ KX². ഇനി ഇൻ ടേംസ് ഓഫ് ടൈമിൽ എഴുതുവാണെന്നുണ്ടെങ്കിൽ ½ KXന്റെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ത് വരും? A² sin² ωt+φ. ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ രണ്ട് ഇക്വേഷൻസ്. ഇനി ഇവിടെ നമുക്ക് എക്സ്ട്രീം പൊസിഷനിലും മീൻ പൊസിഷനിലും ഉള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സ്ട്രീം പൊസിഷൻസിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്ക് തുല്യമായിരിക്കും. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ ½ KX² ആണ് നമ്മുടെ ഇക്വേഷൻ. അവിടെ എക്സിന് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? എക്സ് ഇസ് ഈക്വൽ ടു എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടും? ½ KA². അതായത് എക്സ്ട്രീം പൊസിഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് ½ KA² ആണ്. അത് എവിടെയാ കിട്ടുന്നത്? എക്സ്ട്രീം പൊസിഷൻസിലാണ് കിട്ടുന്നത്. ഇനി മീൻ പൊസിഷൻ എന്ന് പറയുമ്പോൾ അവിടെ എക്സ് ഇസ് ഈക്വൽ ടു എത്രയാ? 0 ആയി. അപ്പൊ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? ½ KX² ആണ്. അവിടെ എക്സിന് പകരം നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 0. അതായത് മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കും മക്കളെ? മിനിമം ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അത് എവിടെയാ? മീൻ പൊസിഷനിൽ. ഇപ്പൊ കൈനറ്റിക് എനർജിയുടെ മാക്സിമം വാല്യൂ മീൻ പൊസിഷനിൽ, മിനിമം വാല്യൂ എക്സ്ട്രീം പൊസിഷനിൽ. പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിൽ മാക്സിമം വാല്യൂ എവിടെയാ? എക്സ്ട്രീം പൊസിഷൻസിലാണ്. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. മനസ്സിലായോ? ഓരോരുത്തരുടെയും വാല്യൂ ഓർത്തിരിക്കുക. ½ KA² ആണ് വാല്യൂ എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി അടുത്ത ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ? പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എടുക്കുമ്പോഴാണ് നമുക്ക് എന്തിനെ കിട്ടുന്നത്? ആ ബോഡിയുടെ ടോട്ടൽ എനർജി. അപ്പൊ നമ്മുടെ ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എത്ര കിട്ടി? ½ KX². കൈനറ്റിക് എനർജിയോ? ½ KA² - x². അപ്പൊ ഇത് രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ½ KX² പ്ലസ് ½ KA² - x². ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ½ KX² പ്ലസ് ½ KA² - ½
എക്സ് സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്തെന്ന് കിട്ടും? ഹാഫ് കെ എ സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി ഓഫ് എ ബോഡി എക്സിക്യൂട്ടിംഗ് SHM എന്താ? ഹാഫ് കെ എ സ്ക്വയർ ആണ്. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം, ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്യുമ്പോൾ നമുക്ക് ആരെയാ കിട്ടുന്നത്? കൈനറ്റിക് എനർജിനെ. ടോട്ടൽ എനർജിയുടെ വാല്യൂ എന്താ മക്കളെ? ഹാഫ് കെ എ സ്ക്വയർ. ഇതേ മൈനസ് ആരെയാ ചെയ്യേണ്ടത്? പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എത്രയാ? ഹാഫ് കെ എക്സ് സ്ക്വയർ. രണ്ടിടത്തുനിന്ന് ഒരു ഹാഫ് കെ കോമൺ എടുത്താൽ ഹാഫ് കെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടത്തില്ലയോ? ഇതെന്ന് പറയുന്ന ആരുടെ വാല്യൂ ആ? കൈനറ്റിക് എനർജിയുടെ വാല്യൂ അല്ലേ? അപ്പൊ നമുക്ക് ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജി ചെയ്താൽ ആരെയാ കിട്ടുന്നത്? കൈനറ്റിക് എനർജിനെയാണ് കിട്ടുന്നത്. കൈനറ്റിക് എനർജിനെയാണ് കിട്ടുന്നത്. ഈ ഒരു ഐഡിയ ഓർത്തിരിക്കണം, ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എനർജിയിൽ നിന്നും പൊട്ടൻഷ്യൽ എനർജി മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആരെയാ കിട്ടുന്നത്? കൈനറ്റിക് എനർജിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്. ഇനി അടുത്ത ഓരോന്നിന്റെ ഗ്രാഫ് നോക്കാം നമുക്ക്. നമ്മൾ ആദ്യം ആരെ പഠിച്ചായിരുന്നു? വെലോസിറ്റി പറഞ്ഞായിരുന്നു. വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? V is equal to a omega cos omega t plus phi ആയിരുന്നു ആരുടെ ഇക്വേഷൻ? വെലോസിറ്റിയുടെ ഇക്വേഷൻ. കോസിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമുക്ക് വെലോസിറ്റി മീൻ പൊസിഷൻസിൽ എന്തായിരുന്നു? അതാണ്ട് മാക്സിമം ആണ്. മീൻ പൊസിഷനിൽ വെലോസിറ്റി മാക്സിമം. V മാക്സിന്റെ വാല്യൂ എത്രയാ? a omega ആണ്. ഇനി അടുത്ത ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മൈനസ് ഒമേഗ സ്ക്വയർ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആണ് നമ്മുടെ ആക്സിലറേഷന്റെ ഇക്വേഷൻ. സൈനിന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ മീൻ പൊസിഷനിൽ മിനിമം ആയിരിക്കും, എക്സ്ട്രീം പൊസിഷൻസിൽ മാക്സിമം ആയിരിക്കും. ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ എത്രയാ? എ ഒമേഗ സ്ക്വയർ ആണ് ആക്സിലറേഷന്റെ മാക്സിമം. മൈനസ് എ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ എ ഒമേഗ സ്ക്വയർ ആണ് ഇതിന്റെ മാക്സിമം വാല്യൂ, ആക്സിലറേഷന്റെ മാക്സിമം വാല്യൂ. ഇനി നമ്മൾ എനർജിയുടെ ടേംസ് പഠിച്ചില്ലേ? കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ടോട്ടൽ എനർജി, ഓരോന്നിന്റെ വാല്യൂ പഠിച്ചില്ലേ? അതിന്റെ ഗ്രാഫാണ്. നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ എനർജി എക്സ്ട്രീം പൊസിഷൻസിൽ, അതാണ്ട് എക്സ്ട്രീം പൊസിഷൻസിൽ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി എന്താ? മിനിമം ആയിരിക്കും. മീൻ പൊസിഷനിൽ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആയിരിക്കും. കൈനറ്റിക് എനർജിയോ? കൈനറ്റിക് എനർജി എക്സ്ട്രീം പൊസിഷൻസിൽ മിനിമം ആയിരിക്കും. കൈനറ്റിക് എനർജി ഇതാണ്ട് എക്സ്ട്രീം പൊസിഷൻസിൽ മിനിമം ആയിരിക്കും, മീൻ പൊസിഷനിൽ മാക്സിമം ആയിരിക്കും. ടോട്ടൽ എനർജി എപ്പോഴും എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അത് എത്രയായിരിക്കും? ഹാഫ് കെ എ സ്ക്വയർ ആയിരിക്കും. ടോട്ടൽ എനർജി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ എനർജി ഹാഫ് കെ എ സ്ക്വയർ തന്നെ ആയിരിക്കും. ഇതാണ് മൂന്നിന്റെയും ഗ്രാഫ് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, നോക്കിയേ. ദ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ എക്സിക്യൂട്ടിംഗ് SHM ഈസ് ഗിവൺ ഇൻ ഫിഗർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ദിസ് മോഷൻ? ഇപ്പോൾ ഒരു ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്, താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ മോഷനിലെ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. ദ ഫോഴ്സ് ഈസ് 0 അറ്റ് t ഈസ് ഈക്വൽ ടു 3t/4. നോക്കിയേ, 3t/4 എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് എത്രയാ? 0 ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. 3t/4 എന്ന് പറയുന്നത് ഏത് പൊസിഷനാ? മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷനിൽ ഫോഴ്സ് എന്താ? 0 ആണ്. അപ്പൊ ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നോക്കിയേ, ദ ആക്സിലറേഷൻ ഈസ് മാക്സിമം അറ്റ് t ഈസ് ഈക്വൽ ടു t. t ഈസ് ഈക്വൽ ടു t ഇവിടെ അല്ലേ? t ഈസ് ഈക്വൽ ടു t എന്ന് പറയുന്നത് എവിടെയാ? എക്സ്ട്രീം പൊസിഷൻ ആണ്. എക്സ്ട്രീം പൊസിഷനിൽ ആക്സിലറേഷൻ എന്താ? മാക്സിമം ആണ്. അതും ശരിയാണ്. ഇനി ദ സ്പീഡ് ഈസ് മാക്സിമം അറ്റ് t ഈസ് ഈക്വൽ ടു t/4. t ഈസ് ഈക്വൽ ടു t/4 സ്പീഡ് മാക്സിമം ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. t ഈസ് ഈക്വൽ ടു t/4 എന്ന് പറയുന്നത് എവിടെയാ? മീൻ പൊസിഷൻ ആണ്. മീൻ പൊസിഷനിൽ സ്പീഡ് മാക്സിമം ആണ്. അതും ശരിയാ. ഇനി ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ഓസിലേഷൻ അറ്റ് t ഈസ് ഈക്വൽ ടു t/2. അതാണ്ട് t/2 ഇത് ഏത് പൊസിഷനാ? നമ്മുടെ മാക്സിമം പൊസിഷൻ അല്ലെങ്കിൽ എക്സ്ട്രീം പൊസിഷനിൽ t ഈസ് ഈക്വൽ ടു t/2 പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജി ഈക്വൽ ആണോ? അല്ല, ടോട്ടൽ എനർജിയാണ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും ഈക്വൽ അല്ല. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റാ കറക്റ്റ് ആയിട്ടുള്ളത്? 1, 2 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി നോക്കിക്കേ, ആവറേജ് എനർജി ഇൻ SHM ആവറേജ് എനർജി, കൈനറ്റിക് എനർജിയുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 1/4 m omega square a square അല്ലെങ്കിൽ m omega square പകരം k കൊടുക്കുകയാണെങ്കിൽ 1/4 k a square. നമുക്കറിയാം ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എത്രയാ? ഹാഫ് k a square ആണ്. ഇതിന്റെ പകുതി എടുത്താൽ എന്ത് കിട്ടും? 1/4 k a square. അതായത് ആവറേജ് എനർജി, ആവറേജ് കൈനറ്റിക് എനർജി ഇൻ 1 ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാ? ടോട്ടൽ എനർജി ബൈ 2 ആണ്, അല്ലെങ്കിൽ 1/4 k a square ആണ്. ഇനി ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഇൻ 1 ടൈം പീരീഡ് ഓർത്തിരിക്കണേ. 1 ടൈം പീരീഡിലുള്ള ആവറേജ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയാണ് നമ്മൾ പറയുന്നത് എത്രയാ? 1/4 k a square അല്ലെങ്കിൽ ടോട്ടൽ എനർജി ബൈ 2. അതായത് 1 ടൈം പീരീഡിൽ ആവറേജ് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ആവറേജ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അടുത്ത നോക്കാം. ഓക്കെ, ഫോർ എ ബോഡി എക്സിക്യൂട്ടിംഗ് SHM കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് പറയേണ്ടത്. ദ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഓൾവേസ് ഈക്വൽ ടു ഇറ്റ്സ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴും കൈനറ്റിക് എനർജിക്ക് ഈക്വൽ ആയിരിക്കും. ആണോ?
അല്ല, രണ്ട് വാല്യൂ അല്ലേ. ഇനി ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ആൻഡ് കൈനറ്റിക് എനർജി ഓവർ എനി ഗിവൺ ടൈം ഇന്റർവെൽ ആർ ഓൾവേസ് ഈക്വൽ ആണോ? ഇല്ല, നമ്മൾ പറഞ്ഞു എന്താ, വൺ ടൈം പീരീഡിൽ ആവറേജ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആണ്. എനി ടൈം ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. ഇനി സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഈസ് കോൺസ്റ്റന്റ്. അതാണല്ലോ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ അല്ലേ. അപ്പൊ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാ. ഇനി ആവറേജ് കൈനറ്റിക് എനർജി ഇൻ വൺ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു ആവറേജ് പൊട്ടൻഷ്യൽ എനർജി ഇൻ വൺ ടൈം പീരീഡ്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സി ആൻഡ് ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മൾ പഠിച്ചു, നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ പഠിച്ചു. എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി എന്ന് എഴുതാന്ന് പറഞ്ഞു. ഇനി എക്സ് ഇസ് ഈക്വൽ ടു എ വൺ സൈൻ ഒമേഗ ടി, അടുത്ത് എക്സ് ഇസ് ഈക്വൽ ടു എ ടു സൈൻ ഒമേഗ ടി. ഇങ്ങനെ രണ്ട് ഫംഗ്ഷൻസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ വെദർ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് നമുക്ക് എങ്ങനെ എഴുതാം? എ വൺ പ്ലസ് എ ടു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. പക്ഷെ അവർക്കിടയിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടെങ്കിലോ, ഒരു 5 ഫേസ് ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. അതായത് എ വണ്ണും എ ടുനും ഇടയിൽ ഒരു 5 ഫേസ് ഡിഫറൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരലോഗ്രാം ലോ പഠിച്ചോ, സോൾവ് ചെയ്യാൻ നമ്മൾ എഴുതിയ ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5. ഇവർക്കിടയിലുള്ള ആംഗിളിന്റെ കോസ് എടുക്കുക. ഇതായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിന്റെ ഇക്വേഷൻ. ഇനി ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കോസ് 90 എന്തായി പോവും? 0 ആയി പോവും. അപ്പൊ പിന്നെ ഇക്വേഷൻ എങ്ങനെ മാറും? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിയേ, ദ ഗിവൺ ദ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് പീരിയോഡിക് മോഷൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എന്താ? എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം സൈനും കോസും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയാ? ഫൈ എന്ന് പറയുന്നത് എത്രയാ? 90 ഡിഗ്രിയാണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ? റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5 ആണ്. അപ്പൊ ഇവിടെ കോസ് 90 ആയതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയി പോകും. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ. ഇവിടെ നോക്കിക്കേ, a1 എന്ന് പറയുന്നത് 1 ആണ്, a2 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? റൂട്ട് 2. അപ്പൊ അവിടുത്തെ റിസൾട്ടന്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് 2. ഇനി അടുത്തത് യൂണിഫോം സർക്കുലർ മോഷൻ ആൻഡ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സിമ്പിൾ ഹാർമോണിക് മോഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്. നോക്കിയേ, ഒരു ബോഡി യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ ബോഡി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടെ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ബോഡി ഇവിടെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ടി ഇസ് ഈക്വൽ ടു 0യിൽ ബോഡി ഇവിടെ ഇരിക്കുകയാണ്. ഇനി ഇവിടെ ബോഡി മൂവ് ചെയ്ത് ഈ പൊസിഷനിലെത്തുന്നു, ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തുന്നു. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യൂണിഫോം സർക്കുലർ മോഷനിൽ പൊക്കോണ്ടിരിക്കുന്ന ആ ബോഡിയും സിമ്പിൾ ഹാർമോണിക് മോഷനും തമ്മിലുള്ള റിലേഷൻ നമുക്ക് നോക്കാം. നോക്കി, ഈ ബോഡിയുടെ പ്രൊജക്ഷൻ ഈ ടി ഇസ് ഈക്വൽ ടു 0യിൽ ഈ പൊസിഷനിലിരിക്കുന്ന ബോഡിയുടെ പൊസിഷൻ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രൊജക്ഷൻ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ ആണ് ഞാൻ എടുക്കുന്നത്. എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ നമുക്ക് എടുക്കാം, വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ നമുക്ക് എടുക്കാം. അപ്പൊ എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ എടുത്താൽ എവിടെയായിരിക്കും? ഇവിടെയാണ് കിട്ടുന്നത്. ഇത് എന്റെ എക്സ്ട്രീം പൊസിഷൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് രണ്ടും എക്സ്ട്രീം പൊസിഷൻസ്. അപ്പൊ എ എന്ന് പറയുന്ന പോയിന്റ് ടി ഇസ് ഈക്വൽ ടു 0യിൽ ബോഡി ഇരിക്കുന്നത് ഈ എ എന്ന് പറയുന്ന പോയിന്റിലാണ്. അവിടുത്തെ പ്രൊജക്ഷൻ എക്സ് ആക്സിസിൽ ആ സമയത്തുള്ള പ്രൊജക്ഷൻ നമ്മൾ എടുത്താൽ ഇവിടെ കിട്ടും. ഇനി ആ ബോഡി അവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലെത്തി. അപ്പോഴത്തെ പ്രൊജക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അപ്പോഴത്തെ പ്രൊജക്ഷൻ എവിടെയായിരിക്കും? ദാ ഇവിടെ ആയിരിക്കും, ആണല്ലോ. ഇനി വീണ്ടും ബോഡി മൂവ് ചെയ്ത് അടുത്ത് ഈ സ്ഥലത്ത് എത്തിയാൽ എക്സ് ആക്സിസിൽ അതിന്റെ പ്രൊജക്ഷൻ ഇവിടെയാണ്. ഇനി ബോഡി മൂവ് ചെയ്ത് ഇവിടെ എത്തുമ്പോൾ എക്സ് ആക്സിസിലുള്ള പ്രൊജക്ഷൻ ഇവിടെ തന്നെയാണ്. വീണ്ടും അടുത്ത ബോഡി ഇവിടെ എത്തുമ്പോൾ പ്രൊജക്ഷൻ ഇവിടെ എത്തുമ്പോൾ പ്രൊജക്ഷൻ ഇവിടെ. വീണ്ടും ഈ പൊസിഷനിലെത്തുമ്പോൾ പ്രൊജക്ഷൻ ഇവിടെ വരും. 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 ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തുമ്പോൾ പ്രൊജക്ഷനും ഇവിടെ തന്നെ എത്തും. വീണ്ടും കറങ്ങി ഈ പോയിന്റിൽ എത്തുമ്പോൾ പ്രൊജക്ഷൻ തിരിച്ച് എവിടെ തന്നെ എത്തും? മെയിൻ പൊസിഷനിൽ തന്നെ വന്നില്ലേ? നോക്കിയേ മക്കളെ, ഈ ബോഡി സർക്കുലർ മോഷനിലാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ പ്രൊജക്ഷനോ ആദ്യം ഇവിടെ നിന്ന് ഇങ്ങോട്ട്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട്, വീണ്ടും തിരിച്ച് ഇങ്ങോട്ട്. ഇതെന്ന് പറയുന്നത് നമ്മൾ മുന്നേ പഠിച്ച ഒരു ഫിക്സഡ് പോയിന്റ് അബൌട്ട് ആയിട്ടുള്ള ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലേ? അതായത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് പറയാം? ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയുടെ പ്രൊജക്ഷൻ എന്തൊരു മോഷനിലായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കും. ഇതിന്റെ പ്രൊജക്ഷൻ, ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ പൊക്കോണ്ടിരിക്കുന്ന ബോഡിയുടെ പ്രൊജക്ഷൻ എന്തൊരു മോഷനിലായിരിക്കും? സിമ്പിൾ ഹാർമോണിക് മോഷനിലായിരിക്കും. ഇനി അടുത്ത ഇത് മാത്തമാറ്റിക്കലി കറക്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, ബോഡി ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഈ ഡിസ്റ്റൻസ്, ഈ ആംഗിൾ തീറ്റ എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി ഇവിടെ O ആണ്, ഈ ഡിസ്റ്റൻസ് Q മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
ബോഡി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തി, ഈ ആംഗിൾ തീറ്റ കൊടുക്കുന്നു, ഇവിടെ OQ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മൂവ് ചെയ്ത സിമ്പിൾ ഹാർമോണിക് മോഷനിൽ ഇവർ മൂവ് ചെയ്ത ഈ ഡിസ്റ്റൻസ് ഞാൻ X എന്ന് കൊടുക്കുന്നു, ഇവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് BC കൊടുക്കുന്നു. ഈ ഡിസ്റ്റൻസും എത്ര തന്നെയായിരിക്കും, ഇത് X ആണെന്നുണ്ടെങ്കിൽ ഇതും എത്ര തന്നെയായിരിക്കും, X തന്നെയായിരിക്കും. ഇവിടെ നമ്മൾ സൈൻ തീറ്റ എഴുതി കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്താ കിട്ടും, ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് A അല്ലേ ആണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് സൈൻ തീറ്റ എഴുതി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പർടെന്യൂസ്, അപ്പം X/A എന്ന് കിട്ടും. അപ്പൊ നമുക്ക് X is equal to എന്താന്ന് കിട്ടും, A സൈൻ തീറ്റ എന്ന് കിട്ടും. X is equal to A സൈൻ തീറ്റ എന്ന് കിട്ടും. ഇതെന്ന് പറയുന്ന ആരുടെ ഇക്വേഷൻ തന്നെയാണ്, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ പഠിച്ച ഇക്വേഷൻ അല്ലേ. ഇവിടുന്ന് X is equal to സൈൻ തീറ്റയ്ക്ക് വരും A സൈൻ ഒമേഗ T എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മൾ മുന്നേ പഠിച്ച അതേ ഇക്വേഷൻ തന്നെ. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്ത് T is equal to 0 നമ്മുടെ ബോഡി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് കൺസിഡർ ചെയ്തത്. ഇനി ഇവിടെ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം, A സൈൻ ഒമേഗ T പ്ലസ് 5 എന്ന് കൊടുക്കാം. ഇനി ഇപ്പൊ നമ്മൾ എടുത്തത് X ആക്സിസിലുള്ള പ്രൊജക്ഷനാണ്. X ആക്സിസിലുള്ള പ്രൊജക്ഷൻ എടുക്കുമ്പോഴുള്ള ഗുണം, നമ്മുടെ ഈ പൊസിഷനിൽ ബോഡിയുടെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതെവിടെയായിരിക്കും, ഇക്വിലിബ്രിയം പൊസിഷനിലായിരിക്കും. ഇനി നമ്മൾ Y ആക്സിസിലുള്ള പ്രൊജക്ഷൻ ആണ് നോക്കുന്നത്, ഈ Y ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള പ്രൊജക്ഷൻ തന്നെയാണ് നോക്കുന്നുണ്ടെങ്കിൽ T is equal to 0 അതെവിടെയാ, എക്സ്ട്രീം പൊസിഷനിൽ. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് കോസ് ഒമേഗ T എന്നുള്ള രീതിയിൽ ഇക്വേഷൻ വരും. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതായത് യൂണിഫോം സർക്കുലർ മോഷനിലിരിക്കുന്ന ബോഡിയുടെ പ്രൊജക്ഷൻ എന്തൊരു മോഷനിലായിരിക്കും, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. നോക്കിയേ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. പാർട്ടിക്കിൾ സ്റ്റാർട്ട്സ് ഫ്രം A/2 ആൻഡ് മൂവ് ടുവാർഡ്സ് പോസിറ്റീവ് എക്സ്ട്രീം ആസ് ഷോൺ ബിലോ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് SHM ഗിവൺ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് SHM ഈസ് A. നോക്കിയേ ഇവിടെ ഈ ബോഡി എവിടുന്ന സ്റ്റാർട്ട്സ് ഫ്രം A/2 ആൻഡ് മൂവ് ടുവാർഡ്സ് പോസിറ്റീവ് A/2 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് Aയിലോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ എന്തിന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, SHMന്റെ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് SHMന്റെ ഇക്വേഷൻ എഴുതിയാൽ X is equal to എങ്ങനെയാ, ആംപ്ലിറ്റ്യൂഡ് A ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ A സൈൻ ഒമേഗ T. ഇനി ഇവിടെ ഈ പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അപ്പൊ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്, ഒമേഗ T പ്ലസ് 5 ഉണ്ട്. ഈ 5 എത്രയാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതും കൂടെ കണ്ടുപിടിച്ചാലേ ഇക്വേഷൻ എന്താകത്തുള്ളൂ, കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പൊ ഈ 5 അല്ലെങ്കിൽ ഈ 50 നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് A/2 ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും, A/2. ഇനി ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അപ്പൊ അവിടെ നമ്മൾ സൈൻ 50 അല്ലെങ്കിൽ സൈൻ 50 എഴുതി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പർടെന്യൂസ്, അതായത് A/2 ബൈ A എന്ന് വരും. അതായത് A/2 ബൈ A ആകുമ്പോഴത്തേക്ക് നമുക്ക് സൈൻ 50 is equal to 1/2 എന്ന് കിട്ടും. അതായത് 5യുടെ വാല്യൂ എത്ര എന്ന് കിട്ടും, 30 ഡിഗ്രി എന്ന് കിട്ടും. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തിനുള്ള ഇക്വേഷൻ കിട്ടും, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഇക്വേഷൻ കിട്ടും. ഇനി അടുത്താണ് ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. നോക്കിയേ അത് എന്തിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്, സിമ്പിൾ ഹാർമോണിക് മോഷൻ പറഞ്ഞപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു ഓസിലേഷൻസ് ഓഫ് എ ലോഡഡ് സ്പ്രിംഗ്. ഒരു സ്പ്രിംഗ്, അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K ആണ്, അതിന്റെ അറ്റത്തൊരു മാസ് M നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്ന മോഷൻ എന്തിന് എക്സാമ്പിൾ ആണ്, ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ അതിന്റെ മീൻ പൊസിഷൻ X is equal to 0 ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് X is equal to എന്ന് പറയുന്ന പോസിറ്റീവ് എക്സ്ട്രീം പൊസിഷൻ, X is equal to മൈനസ് എ നെഗറ്റീവ് എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ നമ്മുടെ ഫോഴ്സിന്റെ ഇക്വേഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ, F is equal to മൈനസ് KX. അവിടെ നമുക്ക് MA is equal to മൈനസ് KX, A is equal to മൈനസ് K/M. ഈ K/M പകരം നമ്മൾ ആരെയാ കൊടുത്തേ, ഒമേഗ സ്ക്വയർ. അപ്പൊ അവിടെ നമുക്ക് ഒമേഗ is equal to എന്തെന്ന് കിട്ടി, റൂട്ട് K/M എന്ന് കിട്ടി. ഇനി നമുക്ക് അറിയാവുന്ന റിലേഷൻ ആണ് T is equal to 2π ബൈ ഒമേഗയാണ്. അപ്പം ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ T is equal to 2π ബൈ ഒമേഗ. ഒമേഗയുടെ വാല്യൂ എന്താ, റൂട്ട് K/M. ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും, 2π റൂട്ട് ഓഫ് M/K എന്ന് കിട്ടും. ഇനി ടൈം പീരീഡ് കിട്ടിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എളുപ്പമല്ലേ മക്കളെ, എങ്ങനെയാ, ടൈം പീരീഡിന്റെ റെസിപ്രോക്കൽ എടുത്താൽ നമുക്ക് ആരെ കിട്ടും, ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ഫ്രീക്വൻസി is equal to ഇതിന്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ എന്താ, 1/2π റൂട്ട് K/M. നമ്മൾ മുമ്പ് പഠിച്ച അതേ ഇക്വേഷൻ തന്നെ അതിനകത്തുനിന്ന് ജസ്റ്റ് ടൈം പീരീഡും ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനി അടുത്താണ് കോമ്പിനേഷൻസ് ഓഫ് ലോഡഡ് സ്പ്രിംഗ്. ഈ ലോഡഡ് സ്പ്രിങ്ങിന്റെ കോമ്പിനേഷൻ, അതായത് നമുക്ക് ഈ സ്പ്രിങ്ങിനെ രണ്ടെണ്ണത്തിന് നമ്മളിങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇവരുടെ ലൈൻ ഓഫ് ഫോഴ്സ് ഒന്നാണ്, പക്ഷെ ഇവരുണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആയിരിക്കും. കാരണം രണ്ടുപേരുടെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് വ്യത്യാസമാണ്. അപ്പൊ ഇവരുണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്താ, ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടുന്ന് K എഫക്റ്റീവ് കണ്ടുപിടിക്കണം. അപ്പൊ ഈ കേസിൽ സീരീസ് കോമ്പിനേഷനിൽ K എഫക്റ്റീവിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് K1 K2 ബൈ K1 പ്ലസ് K2. അതായത് നമ്മൾ ഇവിടുന്ന് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് X എന്ന് പറയുന്നത് X1 പ്ലസ് X2 ആയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ആരെ കിട്ടും, K എഫക്റ്റീവ് കിട്ടും. K എഫക്റ്റീവിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, K1 K2 ബൈ K1 പ്ലസ് K2 ആണ്. അപ്പൊ നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് T is equal to
2π√m/k ആണ്. ഇവിടെ kയുടെ സ്ഥാനത്ത് ആര് വരും? k എഫക്റ്റീവ് വരും. രണ്ടുപേരുടെയും കൂടെ ചേർന്നിട്ടുള്ള എഫക്റ്റീവ് ഫോഴ്സ് കോൺസ്റ്റന്റ് k ആണ് നമുക്ക് വരുന്നത്. അപ്പൊ t is equal to 2π√m/k എഫക്റ്റീവിന്റെ വാല്യൂ എന്താ? k1 k2 by k1 plus k2 ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2π√m into k1 plus k2 by k1 K2 എന്ന് കിട്ടും. ഇതാണ് സീരീസ് കോമ്പിനേഷനുള്ള സ്പ്രിങ്ങിന്റെ ടോട്ടൽ ടൈം പീരീഡിനുള്ള ഇക്വേഷൻ. ഇനി അത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. നോക്കേ, കൺസിഡർ ടു ഐഡന്റിക്കൽ സ്പ്രിങ്സ് ഈച്ച് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആൻഡ് ഈച്ച് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് k and each of spring constant k and an eligible mass compared to mass m as shown. Figure 1 shows one of them and figure 2 shows their series combination. The ratio of time period of oscillation of 2 SHM is TB by TA is equal to √x where the value of x is. ഒന്നുമില്ല, ആദ്യം നമുക്കൊരു സിംഗിൾ കോമ്പിനേഷൻ തന്നിട്ടുണ്ട്. എന്താ? ഒരു സ്പ്രിങ്, അതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് k ആണ്, അതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് TA ആണ്. ഇനി ഇതേപോലത്തുള്ള ഒരു സ്പ്രിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു സീരീസ് കോമ്പിനേഷൻ, ഇയാളുടെ k ആണ്, ഇയാളുടെ ഫോഴ്സ് കോൺസ്റ്റന്റ് k ആണ്, സ്പ്രിംഗ് കോൺസ്റ്റന്റ് k ആണ്. ഇനി ഇവരുടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് TB ആണ്. അങ്ങനെയാണെങ്കിൽ TB by TA റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടുന്ന √x ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ TA എഴുതാലോ. T is equal to എന്താ വാല്യൂ? 2π√m/k ആണ്. അപ്പൊ ഇവിടെ T is equal to 2π√m/ ഇതിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അത് എത്ര തന്നെയാ? k തന്നെയാ. ഇനി TB എഴുതി കഴിഞ്ഞാൽ ഇത് TA ആണ്. TB എഴുതി കഴിഞ്ഞാലോ അവിടെ 2π√m/k എഫക്റ്റീവ് ആണ് വേണ്ടുന്നത്. k എഫക്റ്റീവ്, അതായത് k ഇക്വലന്റ് അല്ലെങ്കിൽ k എഫക്റ്റീവ്. ഇവിടെ രണ്ടെണ്ണം അല്ലേ ഉള്ളത്. അപ്പൊ രണ്ടെണ്ണം സീരീസ് കോമ്പിനേഷനിൽ വരുമ്പോൾ അവിടുത്തെ k എഫക്റ്റീവിന്റെ വാല്യൂ എന്തായിരുന്നു? k1 k2 by k1 plus k2. അപ്പൊ ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് TB is equal to എന്തെന്ന് കിട്ടും? 2π√m/ k1 k2 by k1 plus k2. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇടാം. നോക്കിക്കേ, k1 k2 by k1 plus k2 അല്ലേ നമുക്ക് കിട്ടിയ വാല്യൂ. k1 ഉം k2 എത്ര തന്നെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? k തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ വരും? k² by 2k. ഇതും ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്താന്ന് കിട്ടും? k/2. അപ്പൊ k എഫക്റ്റീവിന്റെ വാല്യൂ, k എഫക്റ്റീവ് എന്ന് പറയുന്നത് k/2 കിട്ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ k/2 അല്ലെങ്കിൽ TB is equal to 2π√2m/k എന്ന് കിട്ടും. നമുക്ക് എന്തിന്റെ റേഷ്യോ വേണ്ടുന്നത്? TB by TA ആണ് വേണ്ടുന്നത്. TB എന്ന് പറയുന്നത് 2π√2m/k, അതേ ഡിവൈഡഡ് ബൈ TA. TA എത്രയാ? 2π√m/k. 2π ക്യാൻസൽ ആയി പോവും, √m ക്യാൻസൽ ആയി പോവും, √k ക്യാൻസൽ ആയി പോവും. പിന്നെ നമുക്ക് TB by TA is equal to എന്തെന്ന് കിട്ടി? √2 എന്ന് കിട്ടി. അപ്പൊ ഇവിടെ √x എന്നാ തന്നിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാ? 2 ആണ്. സിമ്പിൾ അല്ലേ? ഇനി അടുത്തത് ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ. അടുത്ത ഇതിന്റെ പാരലൽ കോമ്പിനേഷൻ. അപ്പൊ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ മുന്നേ പറഞ്ഞത് സീരീസ് കോമ്പിനേഷൻ ആണ്. ഇനി അടുത്ത എന്താ? പാരലൽ കോമ്പിനേഷൻ. ഇത് രണ്ടും തിരിച്ചറിയാൻ സീരീസ് കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എൻഡ് ടു എൻഡ് കണക്ഷൻ ആണ് വരുന്നത്. പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ ഇവിടെ നമ്മുടെ ഓരോ സ്പ്രിങ്ങിനും ഡയറക്റ്റ് മാസുമായിട്ട് കോണ്ടാക്ട് ആണ്. നോക്കിക്കേ, രണ്ട് ഇങ്ങനെയാവാം, ഇങ്ങനെയുള്ളതും. ഇത് രണ്ടും എന്താ? പാരലൽ കോമ്പിനേഷൻ ആണ്. ഇതും പാരലൽ കോമ്പിനേഷൻ ആണ്. ഇവിടെ എല്ലാം നമ്മുടെ മാസിന്, ഓരോ മാസിനും ആ സ്പ്രിങ് മാസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് കാണും. അത്തരം കോമ്പിനേഷനിൽ വരുന്നതാണ് പാരലൽ കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷനിൽ k എഫക്റ്റീവിന്റെ വാല്യൂ എന്തായിരിക്കും? k1 plus k2. ഇപ്പൊ നമ്മുടെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ 2π√m/k എഫക്റ്റീവ് എന്ന് വരും. അതായത് T is equal to 2π√m/k എഫക്റ്റീവിന് പകരം എന്തെന്ന് വരും? k1 plus k2. രണ്ടെണ്ണം ആണെന്നുണ്ടെങ്കിൽ k1 plus k2. ഇതായിരിക്കും നമ്മുടെ പാരലൽ കോമ്പിനേഷനിൽ വരുമ്പോൾ ടൈം പീരീഡിന്റെ ഇക്വേഷൻ. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ എക്സാമ്പിൾ ആയിട്ട് അടുത്ത നമുക്ക് പഠിക്കാനുള്ളതാണ് ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസിലേഷൻ ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്തിന് എക്സാമ്പിൾ ആണ്? സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ ആംഗുലാർ SHM ആണ്. അതായത് നമ്മൾ മുന്നേ പഠിച്ച സ്പ്രിങ്ങിന്റെ കേസ് എന്തായിരുന്നു? ലീനിയർ SHM. ഇവിടെ എന്താ? ആംഗുലാർ SHM ആണ്. അതായത് ഇവിടെ ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? T is equal to 2π√L/g ആണ്. നമ്മൾ മറ്റടുത്ത് F is equal to m എന്നുള്ള ഇക്വേഷൻ എടുത്ത പോലെ ഇവിടെ നമ്മൾ ടോർക്കിന്റെ ഇക്വേഷൻ എടുത്തിട്ടാണ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. ടോർക്ക് ടോ is equal to I alpha എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ടാണ് നമ്മളത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് T is equal to 2π√L/g ആണ്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ഗ്രാഫും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതായത് ടിയും √L തമ്മിലുള്ള റിലേഷൻ. അതായത് T is equal to
2π√L/G ആണ്. അതായത് ടി എന്ന് പറയുന്ന ആർക്ക് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, റൂട്ട് എല്ലിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതാണ് ഫസ്റ്റ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടി സ്ക്വയർ ആകുമ്പോൾ നോക്കാം. ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു 4π²L/G എന്ന് വരും. അതായത് ടി സ്ക്വയർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്താണ്, എൽ ആണ്. ഇനി അടുത്ത് ടിയും എല്ലും തമ്മിലുള്ള റിലേഷൻ, അതായത് എൽ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി സ്ക്വയർ ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എക്സ് ഇസ് ഈക്വൽ ടു KY² എന്നുള്ള റിലേഷൻ കിട്ടും. അതായത് നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ കിട്ടും. ഇപ്പം ഇങ്ങനെ ഒരു പരാബോളിക് പാത്തായിരിക്കും ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, ഗ്രാഫ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് ജിയും ടിയും തമ്മിലുള്ള റിലേഷൻ, ജിയും ടിയും തമ്മിലുള്ള റിലേഷൻ ആണെങ്കിൽ ടി ഈസ് ഈക്വൽ ടു 2π√L/G അല്ലേ. ഇപ്പം റൂട്ട് ജി ആണ്. അപ്പോൾ ടിയും ജിയും തമ്മിലുള്ള റിലേഷൻ എന്താ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും വരുന്നത്. ഇനി അടുത്ത ടിയും 1/√Gയും തമ്മിലുള്ള റിലേഷനോ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഇനി ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് നമ്മൾ ബേസിക് ആയിട്ടൊരു ഇക്വേഷൻ പഠിച്ചു, ടി ഈസ് ഈക്വൽ ടു 2π√L/G ആണെന്ന്. പക്ഷേ പല സിറ്റുവേഷനിലും വരുമ്പം ഇതിനകത്ത് നമ്മുടെ ഈ ജിയുടെ വാല്യൂ മാറും. അതായത് ഗ്രാവിറ്റേഷൻ്റെ വാല്യൂ ജി എഫക്റ്റീവ് വരുന്ന കേസുകളുണ്ട്. അപ്പോൾ അതായത് പല സിറ്റുവേഷൻസിലും ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് കൂടെ നമുക്ക് നോക്കാനായിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറയുന്നത് പെൻഡുലമിൻ്റെ ലിഫ്റ്റ്. നമ്മുടെ പെൻഡുലത്തിന്, ഒരു സിമ്പിൾ പെൻഡുലത്തിനെ നമ്മളൊരു ലിഫ്റ്റിൽ കൊണ്ടുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ സിറ്റുവേഷൻസിലും അതിൻ്റെ ടൈം പീരീഡിനുണ്ടാകുന്ന വ്യത്യാസം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് റെസ്റ്റിലിരിക്കുകയാണ്, അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. നമ്മൾ ലോസ് ഓഫ് മോഷനിൽ പഠിച്ചിട്ടുള്ളത്, ഒരു ലിഫ്റ്റിൽ ഒരാൾ നിൽക്കുകയാണെങ്കിൽ മുകളിലോട്ടും താഴോട്ടും ഒക്കെ യൂണിഫോം വെലോസിറ്റിയിലും യൂണിഫോം ആക്സിലറേഷനിലൊക്കെ പോകുമ്പോൾ അവിടെ ഗ്രാവിറ്റിക്ക് എന്ത് വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു ബോഡി അല്ല, സിമ്പിൾ പെൻഡുലം ഒരു ലിഫ്റ്റിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ ലിഫ്റ്റ് ഒന്നെങ്കിൽ റെസ്റ്റിലാണ്, അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ യൂണിഫോം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും. ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് ആണ്. ഈ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0 ആയതുകൊണ്ട് തന്നെ വ്യത്യാസമൊന്നുമില്ല. എങ്ങനെ തന്നെ വരും, ടി ഈസ് ഈക്വൽ ടു 2π√L/G എന്ന് തന്നെ വരും. എപ്പോഴാണ് ലിഫ്റ്റ് റെസ്റ്റിലോ അല്ലെങ്കിൽ മുകളിലോട്ടോ താഴോട്ടോ ഒരു യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് ലിഫ്റ്റ് മുകളിലോട്ട് ഒരു യൂണിഫോം ആക്സിലറേഷനിൽ മൂവ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ആക്സിലറേഷൻ്റെ വാല്യൂ എന്തല്ല, 0 അല്ല, അവിടെ ഒരു വാല്യൂ കാണും. അപ്പോൾ നമ്മുടെ ജി എഫക്റ്റീവ് എന്തായിട്ട് മാറും, ജി എഫക്റ്റീവ് G+A ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് എന്നുള്ളിടത്ത് ജി എഫക്റ്റീവിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, G+A എന്ന് വരും. ഇനി ലിഫ്റ്റ് താഴോട്ടൊരു യൂണിഫോം ആക്സിലറേഷനിൽ പോവുകയാണെങ്കിലോ അവിടെ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എന്താ, G-A ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് എന്നുള്ളിടത്ത് എന്തെന്ന് വരും, G-A എന്ന് വരും. മനസ്സിലായോ? ഇനി അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഇൻ എ സ്റ്റേഷനറി ലിഫ്റ്റ് ഈസ് ടി. ലിഫ്റ്റ് സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാ, ടി ആണ്. ഇഫ് ദ ലിഫ്റ്റ് ആക്സിലറേറ്റ് വിത്ത് G/6 വെർട്ടിക്കലി അപ്വേർഡ്സ്, മുകളിലോട്ട് G/6 ആക്സിലറേഷനിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, അതെന്താ ടൈം പീരീഡ് വിൽ ബി. അപ്പോൾ അവിടുത്തെ ടൈം പീരീഡ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ നമുക്കറിയാം ലിഫ്റ്റ് മുകളിലോട്ട് ഒരു യൂണിഫോം ആക്സിലറേഷനിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, G+A ആയിരിക്കും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് എത്രയാ, G/6 ആണ്. അപ്പോൾ നമ്മുടെ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്ര വരും, 6G+G/6 7G/6 എന്ന് വരും. ഇപ്പോൾ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു 2π√L/G. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് ആണ്. ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്രയാ, 7G/6 ആണ്. അതായത് ടി ഈസ് ഈക്വൽ ടു 2π√6L/7G എന്ന് വരും. ഇതിനകത്ത് നമുക്ക് ടി ഈസ് ഈക്വൽ ടു, ഇത് ടി ഡാഷ് എന്ന് കൊടുക്കാം, പുതിയ ടൈം പീരീഡ് അല്ലേ. ഇപ്പോൾ ടി ഡാഷ് ഇസ് ഈക്വൽ ടു 2π√L/G ഇൻറ്റു √6/7 എന്ന് വരും. ഈ 2π√L/G എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ ഇനിഷ്യൽ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടായിരുന്ന ടൈം പീരീഡ്, ലിഫ്റ്റ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ടൈം പീരീഡാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, ടി ഡാഷ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു √6/7. നമ്മുടെ തേർഡ് ഓപ്ഷൻ √6/7 ടി ആയിരിക്കും ഇവിടുത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കണ്ടീഷനാണ്, ഇനി പെൻഡുലത്തിനെ നമ്മളൊരു വാട്ടർ ലിമേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുക. നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡിൽ ഇമേഴ്സ് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് G × 1 - ρ/σ ആയിരിക്കും. റോ എന്ന് പറയുന്നത് ആരാ, നമ്മുടെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിയാണ്. ആരെന്ന് പറയുന്നത്, റോ. സിഗ്മ എന്ന് പറയുന്നതോ നമ്മുടെ ഈ പെൻഡുലത്തിൻ്റെ ബോബിൻ്റെ ഡെൻസിറ്റിയാണ് എന്തെന്ന് പറയുന്നത്, സിഗ്മ. അപ്പോൾ നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവിൻ്റെ സ്ഥാനത്ത് എന്തെന്ന് വരും,
ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ എന്ന് വരും. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവും. നോക്കിക്കേ, എ സിമ്പിൾ പെൻഡുലം ഓസിലേറ്റിംഗ് ഇൻ എയർ ഹാസ് പീരീഡ് ടി. അപ്പം എയറിൽ അല്ല, അതിൻ്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട് ടി. ഇനി ദ ബോബ് ഓഫ് പെൻഡുലം ഈസ് കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഇൻ എ നോൺ വിസ്കസ് ലിക്വിഡ്. ദ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഈസ് 1/16 ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ ബോബ്. അതായത് മെറ്റീരിയൽ ഓഫ് ദ ബോബിന്റെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ എന്ന് എടുക്കുകയാണെങ്കിൽ റോ എന്ന് പറയുന്നത് എന്താ, 1/16 ഓഫ് സിഗ്മയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഫ് ദ ബോബ് ഈസ് ഇൻസൈഡ് ദ ലിക്വിഡ് ഓൾ ദ ടൈം ഇറ്റ്സ് പീരീഡ് ഓഫ് ഓസിലേഷൻ ഇൻ ലിക്വിഡ് വിൽ ബി. അപ്പോൾ നമുക്ക് പീരീഡ് ഓഫ് ഓസിലേഷൻ, ലിക്വിഡിനകത്തുള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് വേണ്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയേ, ജി എഫക്റ്റീവിന്റെ വാല്യൂ എന്തായിരുന്നു, ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മയാണ് എന്തെന്ന് പറയുന്നത്, ജി എഫക്റ്റീവ്. അപ്പം നമുക്ക് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ജി ഈസ് ഈക്വൽ ടു ജി ഡാഷ് അല്ലെങ്കിൽ ജി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു, ജി എഫക്റ്റീവ് എന്ന് തന്നെ എഴുതാം. ജി എഫക്റ്റീവ് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും, ജി ഇൻറ്റു 1 മൈനസ് റോ ബൈ സിഗ്മ. അപ്പോൾ ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എത്ര വരും, ജി ഇൻറ്റു 1 മൈനസ് റോ എത്രയാ, സിഗ്മ ബൈ 16. അപ്പോൾ സിഗ്മ ബൈ 16 ഇൻറ്റു പിന്നെ എന്തും കൂടെ ഉണ്ട് സിഗ്മ. അപ്പോൾ നമുക്ക് എന്താ വരും, ജി ഇൻറ്റു 1 മൈനസ് 1/16 അതെന്ന് പറയുന്നത് എത്ര വരും, ജി ഇൻറ്റു 15/16 എന്ന് കിട്ടും ആണല്ലോ. ഇനി നമുക്ക് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താ, ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവ് ആണ്. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 2π√L/G എഫക്റ്റീവിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, ജി ഇൻറ്റു 15/16 എന്ന് വരും. ഈ /16 അങ്ങ് മുകളിൽ പോയാൽ ടി ഈസ് ഈക്വൽ ടു 2π√16L/15G എന്ന് വരും ആണല്ലോ. ഈ 16 നമ്മൾ സ്ക്വയർ റൂട്ടിന് പുറത്തെടുത്താൽ 4 വരും. അപ്പോൾ ടി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2π√L/G ഇൻറ്റു √1/15 വരും. ഇത്രയും സാധനം എന്താ, 2π√L/G എയറിലുണ്ടായിരുന്ന അതിൻ്റെ ടൈം പീരീഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം, ടി ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു അല്ലെങ്കിൽ 4t ഇൻറ്റു √1/15 വരും. ഓക്കെ, 4t ഇൻറ്റു √1/15 ആയിരിക്കും ആ ലിക്വിഡിനകത്തുള്ള ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇനി നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിനെ നമ്മൾ എർത്തിൻ്റെ സർഫസിൽ നിന്ന് എത്രയെങ്കിലും ഒരു ഹൈറ്റ് മുകളിൽ വെച്ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ജി എഫക്റ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ. അത് എത്രയാ, GR²/R+H ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എന്താ, 2π√L/G എഫക്റ്റീവ്. അതായത് 2π√L/G എഫക്റ്റീവിൻ്റെ സ്ഥാനത്ത് എന്ത് വരും, GR²/R+H ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയത്, ലെങ്ത് ഓഫ് എ സെക്കൻഡ് പെൻഡുലം അറ്റ് എ ഹൈറ്റ് h is equal to 2r from earth's surface will be. നമുക്ക് ലെങ്ത് ഓഫ് ദ പെൻഡുലം ആണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമ്മുടെ പെൻഡുലം എന്തൊരു പെൻഡുലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ്സ് പെൻഡുലം. സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ പ്രത്യേകത എന്താ മക്കളെ, സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ കേസിൽ ടൈം പീരീഡ് എത്രയായിരിക്കും, 2 സെക്കൻഡ് ആയിരിക്കും. ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെക്കൻഡ്സ് പെൻഡുലം. അപ്പം അങ്ങനെയുള്ള ഒരു സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. എപ്പോഴുള്ള ലെങ്താ, വെൻ ദ പെൻഡുലം ഈസ് ടേക്കൺ ടു എ ഹൈറ്റ് h is equal to 2r ഫ്രം ദ എർത്ത് സർഫസ്. എർത്തിന്റെ സർഫസിൽ നിന്നും 2r ഹൈറ്റിൽ വെച്ചിരിക്കുന്ന ഒരു പെൻഡുലത്തിന്റെ സെക്കൻഡ്സ് പെൻഡുലത്തിന്റെ ലെങ്ത് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ജി എഫക്റ്റീവ് കണ്ടുപിടിക്കാം. ജി എഫക്റ്റീവ് എന്തായിരുന്നു, GR²/R+H ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ GR²/R+H എത്രയാ, 2r. അപ്പോൾ 2r ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും, GR²/3r ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും, GR²/9r². പോയിട്ട് നമുക്ക് ജി എഫക്റ്റീവ് എത്ര എന്ന് കിട്ടും, G/9 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു 2π√L/G ആണ് നമുക്ക് വേണ്ടുന്ന എല്ലാ. അപ്പോൾ ഇക്വേഷനെ മൊത്തത്തിൽ എന്ത് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, T² is equal to 4π² ഇൻറ്റു L/G. L is equal to അപ്പോൾ എന്തെന്ന് വരും മക്കളെ, G ഇൻറ്റു T²/4π². ഇനി ജി ക്വസ്റ്റിനെ തന്നിട്ടുണ്ട് എത്ര ആയിട്ട് എടുക്കാൻ, π² ആയിട്ട് എടുക്കാം. അപ്പോൾ π² ഇൻറ്റു ടൈം പീരീഡ് 2 ആണ്. അപ്പോൾ T² ആകുമ്പോൾ 4/, എന്തെന്ന് വരും, 4/4π² ആണല്ലോ. ഇനി നമ്മുടെ ജി എഫക്റ്റീവിൻ്റെ വാല്യൂ വേണ്ടായിരുന്നു. ജി എഫക്റ്റീവ് അല്ലേ കിടക്കുന്നത്, സോറി, നമ്മൾ ഇതിനകത്ത് G/9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടായിരുന്നു കൊടുക്കേണ്ടത്. നോക്കിക്കേ, വേണ്ടേ, GT²/4π² അല്ലേ. ഇതിനകത്ത് ജി എഫക്റ്റീവ് ആണ് കിടക്കുന്നത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാഞ്ഞുകൊണ്ടാണ് നമുക്ക് തെറ്റിപ്പോയത്. ജി എഫക്റ്റീവ് എന്ന് പറയുന്നത് എന്താ, G/9 ആണ്. അപ്പോൾ G/9 ഇൻറ്റു പിന്നെ എന്ത് വരും, T²/4π². അപ്പോൾ G/9 ഈ ജിക്ക് പകരമാണ് എന്ത് കൊടുക്കേണ്ടത്, π² കൊടുക്കേണ്ടത്. അപ്പോൾ ലെങ്ത് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, π² ഇൻറ്റു T²/9 4π². π² പോയിട്ട് നമുക്ക് എന്തെന്ന് വരും,
ടി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാ 4 അല്ലേ. അപ്പോൾ 4/9 ഇൻറ്റു 4 പോയിട്ട് നമുക്ക് ലെങ്ത് എത്ര കിട്ടും 1/9 മീറ്റർ കിട്ടും. നോക്കി ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട് 1/9 മീറ്റർ കിട്ടും. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ പെൻഡുലത്തിൻ്റെ ഡിഫറെൻറ്റ് കേസുകൾ. അതായത് പെൻഡുലത്തിനെ നമ്മൾ ഒരു ലിഫ്റ്റിൽ പ്ലേസ് ചെയ്യുന്ന സമയത്തും ഒരു ഹൈറ്റിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു ലിക്വിഡിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓരോ കണ്ടീഷനിലുള്ള ടൈം പീരീഡിൻ്റെ ഇക്വേഷനിൽ വരുന്ന മാറ്റം, ഓരോ കണ്ടീഷനിലും വ്യത്യാസം വരുന്ന എന്ത് മാത്രമേ ഉള്ളൂ, ജി എഫക്റ്റീവ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ജി എഫക്റ്റീവിൻ്റെ വാല്യൂ ഓരോ കേസിലും ഉള്ളത് കൃത്യമായിട്ട് നോക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിലെ ഒട്ടുമിക്ക എല്ലാ ടോപ്പിക്സുകളും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്സുകളും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും ക്ലാസ് കണ്ടതിന് ശേഷം ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ കൂടെ കണ്ട് അതിനകത്തുനിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.